ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ രചനയും ആകാശും സംസാരിക്കുന്നതാണ്. ആകാശാണെങ്കിൽ രചനയ്ക്ക് ഡ്രസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ രചന ഇത് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. അപ്പം രചനയോട് സോറിയൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്, കേരള ചാപ്റ്റർ കൊണ്ട് കിടക്കട്ടെ, എന്തായാലും പോകുന്ന വഴിയിൽ എന്തെങ്കിലും നമുക്ക് പണി ഒപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ ആദ്യം എവിടെയാണെന്ന് ചോദിക്കുന്നത്, ആദിമോനെ ആദിമോനെ എന്ന് വിളിക്കുന്നു. അങ്ങനെ ആദ്യം വരുന്നു, ആദ്യം ഗിഫ്റ്റ് ഷൂ കൊടുക്കുന്നു. പക്ഷെ ആദ്യം വാങ്ങുന്നില്ല. ആദ്യം പറയുന്നു, ആദ്യം നിങ്ങൾ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറയുന്നു. അപ്പോൾ പറയുന്നു, മോനെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, ഇപ്പം അത് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ രചനയും പറയുന്നു, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അത് ഇപ്പം നടക്കില്ല എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ പറയുന്നു, അങ്കിള് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചാൽ മാത്രമേ എനിക്ക് അച്ഛ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ട് ആദ്യം കയറിപ്പോവുകയാണ്. അപ്പം നമ്മുടെ ആകാശ് പറയുന്നു, നിൻ്റെ മകന് നിൻ്റെ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണം, അതാണ് അവൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ രചന പറയുന്നു, അല്ല എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതാണ് എൻ്റെ ആവശ്യം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ആകാശിന് ഒരിക്കലും രചനയെ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ആകാശ് വേറൊരു റിലേഷൻഷിപ്പുണ്ട്, അത് നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം രചനയെ പുല്ല് പോലെ വലിച്ചെറിയുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹേഷ്, ഇഷിത അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മഹേഷ് വരുന്നു. മഹേഷ് ഒരു കുറച്ച് സീറ്റ്സൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ പറയുന്നു, ഇത് സീറ്റ്സാണ് അല്ല. അപ്പം ഇഷിത കളിയാക്കി സംസാരിക്കുകയാണ്. ഇഷിതയാണെങ്കിൽ പിണക്കമൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ മഹേഷ് ആണെങ്കിൽ എങ്ങനെയും പിണക്കം മാറ്റണം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. വീട്ടിലാരുമില്ല. അപ്പോൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നു, ഇന്ന് തന്നെ പിണക്കം മാറ്റണം എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത അടുക്കളയിൽ പോയി പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യണം. ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് വരുന്നു. അയ്യോ, അമ്മയോട് ഒരു വേലക്കാരി വെക്കാൻ പറഞ്ഞാൽ അമ്മ കേൾക്കില്ല എന്നുള്ള കാര്യം പറയാം, എങ്കിൽ മഹേഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം മഹേഷിന് മനസ്സിലായി തനിക്ക് പണി തന്നതാണെന്ന്. അപ്പോൾ ഇഷിത മനസ്സിൽ പറയുന്നു, ഒന്നും ആയില്ല, ഇനി പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞങ്ങ് പോകും. പിന്നീട് നമ്മുടെ മനസ്സിനയുടെ വീടാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഇഷിതേനെ ആശു വിളിക്കുകയാണ്. ആശു വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ ലയയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞെന്നും പിന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ ഇഷിത പറയുന്നു, ഇനി അതും എൻ്റെ തലയിലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ആശു പറയുന്നു, അതെ എന്ന് പറയുന്നു. പിന്നീട് ഇവർ ഏതൊരു സിദ്ധനെ കാണാൻ പോകുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം കേട്ടോണ്ടാണ് വരുന്നത്. മനസ്സിന് വന്ന ഉടനെ തന്നെ നമ്മുടെ ആശുവിനെ അടിക്കുകയാണ്. അപ്പം മാധവ് ലയ ഇത് കണ്ടുകൊണ്ട് വരും. അപ്പം മാധവ് അമ്മയെ വഴക്ക് പറയുന്നു, അമ്മ എന്താ ഈ കാണിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പം ലയയും പറയുന്നത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈശ്വരൻ വരുന്നു. അപ്പം മനസ്സിന് പറയുന്നത്, എന്താ ഇവള് ചെയ്തതെന്ന് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ ഈശ്വർ പറയുന്നത്, അത് അവൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ അടിച്ചതെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ മനസ്സിന് പറയുകയാണ്, ഇവളുടെ ചേച്ചിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. ലൈക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന്, സിദ്ധൻ്റെ അടുത്ത് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ മാധവ് പറയുന്നത്, എന്തായാലും ഏടത്തെ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. ആശുവാണ് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈശ്വർ പറയുന്നു, നിങ്ങൾ പൊക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ സിദ്ധൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ പിന്നെ അപ്പോൾ ഇതേ സമയം കൈലാസാശ്രമത്തിലാണെങ്കിൽ ഇങ്ങനെ വരുന്നവരെ ആദ്യത്തെ ദിവസം ഒന്നും പ്രവചിക്കത്തില്ല, അങ്ങ് തിരിച്ചുവിടും. എന്നിട്ട് ഇവരുടെ ആൾക്കാരെ വെച്ച് വന്നവരുടെ ഡീറ്റെയിൽ എല്ലാം എടുത്തിട്ട് പിന്നെ പ്രവചനമാണ്, പിന്നെ തീർത്ഥജലം എന്നും പറഞ്ഞിട്ട് മധ്യ സംതിങ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു, കൈലാസിനി ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നില്ല, ഇനി 4 പേരുണ്ട്, വരണം എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈലാസ് നോക്കുമ്പോഴാണ് ഈ മനസ്സിനെയും നമ്മുടെ ലയയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പോൾ ഈ കൈലാസിനെ അവർ നന്നായിട്ട് അറിയാം. കൈലാസ് മനസ്സിലാവുന്നത് നമ്മുടെ ആഷിതയുടെ അമ്മായിയമ്മയും മരുമകളും അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും ഇഷിതയ്ക്കായിട്ടുള്ള ഒരു പണി കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവരകത്തേക്ക് വരുന്നു. അങ്ങനെ കൈലാസിന് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് എല്ലാം അങ്ങ് പ്രവചിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞു പോയ കാര്യങ്ങളും അത് ഇഷിത കാരണമാണെന്നും മാധവ് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ ഇഷിത എല്ലാ ആണുങ്ങളെയും കൈവശമാക്കുന്നവളാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് ഫലിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ട് മനസ്സിനെയും നമ്മുടെ ലയെ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്ന് അസിസ്റ്റൻ്റ് ആദ്യം വിചാരിക്കുന്നത് തല്ല് കിട്ടുന്നതൊക്കെ. അപ്പോൾ ഈ കൈലാസ് ഇരിക്കുന്നത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ് സ്വാമി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അയ്യോ, ഇവരങ്ങ് സിദ്ധനാന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവർ തിരിച്ച് വീട്ടിലെത്തുമല്ലോ. പിന്നെ ഭയങ്കര ബഹളങ്ങളും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആകാൻ പോവുകയാണ്. ഇഷിതയ്ക്കെതിരെയും മാധവനോടുള്ള സ്നേഹത്തിൻ്റെ ഇതിലും ലയ ഭയങ്കര തകർക്കും. ഇനി
ആശുവിനാണെങ്കിൽ ഇതിൻ്റെ പേരിൽ വഴക്കും മടിയൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മുടെ ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഒരു ചോക്ലേറ്റ് കൊണ്ട് നമ്മുടെ ചിപ്പിമോൾക്ക് കൊടുക്കുകയാണ്. ചിപ്പിമോൾക്ക് കൊടുക്കുമ്പോൾ ചിപ്പിമോൾ സന്തോഷത്തോടെ വാങ്ങുന്നു. അപ്പോൾ ചിപ്പിമോൾ എന്താ, അപ്പോൾ ആദ്യം പറയും ഞാനല്ല തരുന്നു, എൻ്റെ ഏട്ടനല്ലേ ഞാനെന്ന് പറയുന്നു. അങ്ങനെ അവർ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇഷിതേനെ കണ്ട ഉടനെ നമ്മുടെ ചിപ്പിമോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറയാം. അങ്ങനെ ഈ കൊണ്ടുവന്ന ചോക്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം അമ്മയ്ക്കും വായിലും. ഇതൊക്കെ ആദ്യം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതേസമയം രചനയാണെങ്കിൽ ആകാശിനോട് പറയുന്നു, എൻ്റെ മോളെ എന്തായാലും ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരും, അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനെന്ന് പറയും. അപ്പം ആകാശ് പറയും, നീ ആദ്യം എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുക എന്നുള്ള രീതിയിലൊക്കെ അവളോട് പറയുകയാണ്. അങ്ങനെയാണ് നാളത്തെ എപ്പിസോഡ് പോകുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.